ഇപ്പോൾ ഒരു ചെറിയൊരു ഫോൺ വിളിയുടെ വാർത്തയിലേക്കാണ് പോകുന്നത്. ചെറിയ ഫോൺ വിളിയല്ല, ഒരു 1.5 ഫോൺ വിളിയായിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെലിഫോണിൽ സംസാരിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനത്തിനായി ഇറാനെ ഒറ്റപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ ആവശ്യം. അതിനിടെ ഇറാൻ അമേരിക്ക ആണവ ചർച്ച നാളെ മസ്കറ്റിൽ നടക്കുകയാണ്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഈ ഡൊണാൾഡ് ട്രംപ് ഫോൺ വിളിച്ചെന്ന് പറഞ്ഞാൽ അതിന് ഒരർത്ഥമല്ല, 1000 അർത്ഥങ്ങളുണ്ട് ഈ പുതിയ കാലത്ത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായിട്ടും അതിന് ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ച നേരത്തെ എസ് കെ പറഞ്ഞതുപോലെ ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ നടക്കുമെന്നാണ് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് ഇത് കൺഫേം ചെയ്തിരിക്കുന്നത്. നേരത്തെ തുർക്കിയിലായിരുന്നു ഇത് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ അത് മസ്കറ്റിലേക്ക് മാറ്റണമെന്നുള്ള ഇറാന്റെ ഡിമാൻഡ് ഒടുവിൽ അമേരിക്ക അംഗീകരിക്കുകയായിരുന്നു. അത് മാത്രമല്ല, ആണവ ചർച്ചകൾ മാത്രമേ പാടുള്ളൂ എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും അതുമാത്രമല്ല ഇറാൻ പിന്തുണ നൽകുന്ന ഹൂത്തികൾ, അതുപോലെ ഹമാസ്, ഹിസ്ബുള്ള ഈ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ചർച്ചയിൽ വരും. അതുപോലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവും ചർച്ചയിൽ വരുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് കെ, അതേസമയം ഇന്നലത്തെ ഏറ്റവും സുപ്രധാനമായ വാർത്ത, ലോകം ശ്രദ്ധിച്ച ഏറ്റവും വലിയ വാർത്ത എന്ന് വേണമെങ്കിൽ പറയാൻ, ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രീമിയർ ഷി ജിൻപിങ്ങുമായിട്ടുള്ള ടെലിഫോൺ കോൾ ആയിരുന്നു. ഇറാന്റെ നിലവിലെ സാഹചര്യം ഇരുവരും വിശദമായിട്ട് വിലയിരുത്തുകയുണ്ടായി. ഇറാനെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും പ്രതിരോധത്തിലാക്കുവാൻ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഡൊണാൾഡ് ട്രംപ് തേടുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ വിഷയത്തിന് പുറമെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം, അതുപോലെ തായ്വാൻ ചൈനയെ സംബന്ധിച്ച് ഒരു വലിയ വിഷയമാണ്. അമേരിക്ക തായ്വാനെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ആ ഒരു പ്രതിസന്ധിയും തുടങ്ങിയ നിർണായക വിഷയങ്ങളും ഒക്കെ ഈ ഫോണിലൂടെ ഇവർ ചർച്ച ചെയ്തതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അത് മാത്രമല്ല, ഏപ്രിൽ മാസത്തിൽ ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗിക സന്ദർശനത്തിനായി ബെയ്ജിംഗിൽ എത്തുമെന്ന് ട്രംപ് തന്നെ പറയുന്നുണ്ട്. ചൈന ഇതുവരെയും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ 2 ഉച്ചകോടികൾ നടക്കുമെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ചൈനയിൽ നിന്നും വരുന്നുണ്ട്. വ്യാപാര തർക്കങ്ങൾക്ക് പരിഹരിക്കുന്നതിനും അതുപോലെ ഉഭയകക്ഷി ബന്ധമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും ഈ സന്ദർശനമൊക്കെ വഴിയൊരുക്കുമെന്നാണ് അമേരിക്കയിൽ നിന്നുള്ള ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ കരുതുന്നത്. അതുമാത്രമല്ല, ചൈനയുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധവും ഷി ജിൻപിങ്ങുമായിട്ടുള്ള തന്റെ പേഴ്സണൽ റിലേഷനും ഫ്രണ്ട്ഷിപ്പും ഒക്കെ വളരെ വലുതാണെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പിന്നീട് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എസ് കെ, നിലവിൽ അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ വാങ്ങൽ 12 ദശലക്ഷം മെട്രിക് ടണ്ണാണ്. അത് 20 ദശലക്ഷമായി പ്രസിഡന്റ് ഷി ജിൻപിങ് ഉയർത്തുന്നത് പരിഗണിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. ഇത് മാത്രമല്ല, അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെന്ന് ഷി ജിൻപിങ് തന്നെ ചർച്ചയിൽ വ്യക്തമാക്കിയതായിട്ട് ഈ ടെലിഫോൺ കോൾ കഴിഞ്ഞതിന് ശേഷം ചൈനീസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എസ് കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.